കേരളത്തിൽ മൊത്തം 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഈ 6 കോർപ്പറേഷനുകളിൽ ഇപ്പോൾ 5 കോർപ്പറേഷനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളൊരു വാശിയിലാണ് BJP ഉള്ളത്. പ്രധാനമായും മത്സരം നടക്കുന്നത് BJPയും അതോടൊപ്പം തന്നെ LDFുമായിട്ടാണ്. കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ അവിടെ LDF ആണ് വിജയിച്ചിട്ടുള്ളത്. പ്രഥമ ദൃഷ്ടിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും, കൊച്ചി കോർപ്പറേഷനകത്ത് ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ നമുക്ക് യാതൊരു സംശയത്തിനും ഇടം നൽകാതെ പറയാൻ വേണ്ടി സാധിക്കും, അവിടെ LDF തന്നെ ഭരണം നിലനിർത്തും. മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്ത ഒരേ ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടൊരു മത്സരം കാഴ്ചവെക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് യാതൊരുവിധ പ്രതീക്ഷയും BJPക്ക് ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് കോഴിക്കോട്. ഈ CPMനോടുള്ള ഒരു എതിർപ്പ് മൂലം അവിടെയുള്ള BJP പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കോർപ്പറേഷനുകളിൽ ഏതൊക്കെ പാർട്ടിക്കായിരിക്കും മുൻകൈ ഉണ്ടാവുക? കേരളത്തിൽ മൊത്തം 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഈ 6 കോർപ്പറേഷനുകളിൽ ഇപ്പോൾ 5 കോർപ്പറേഷനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF ആണ്. ഈ 5 LDF ഭരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJPയുടെ കോർപ്പറേഷൻ മേയറാണ് അവിടെ ഉള്ളത് എന്നുകൂടി നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഏതായാലും നമുക്ക് കോർപ്പറേഷനുകൾ ഇപ്രാവശ്യം ആരൊക്കെ ആയിരിക്കും കൂടുതൽ മുന്നേറ്റം ഉണ്ടാവുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഏറെക്കുറെ ധാരണയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനെ കുറിച്ചും കൊച്ചി കോർപ്പറേഷനെ കുറിച്ചും നമ്മുടെ കോർപ്പറേഷനും കൂടെയാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, പിന്നെ കണ്ണൂർ കോർപ്പറേഷൻ, ഇങ്ങനെ മൊത്തം 6 കോർപ്പറേഷനുകളാണ് നമുക്കുള്ളത്. ഇപ്രാവശ്യം എന്ത് വില കൊടുത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളൊരു വാശിയിലാണ് BJP ഉള്ളത്. BJPയെ സംബന്ധിച്ചിട്ട് BJPക്ക് ഇപ്രാവശ്യം തിരുവനന്തപുരം പിടിച്ചെടുക്കേണ്ടത് അവരുടെ ഒരു പ്രസ്റ്റീജ് വിഷയം കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യവും തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഒരു പ്രതിപക്ഷ ധർമ്മം BJP എത്രത്തോളം അവിടെ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചില ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. എന്നാലും അവസാന മണിക്കൂറുകളിൽ അവർ തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ വോട്ടർമാരിൽ ഏത് രീതിയിലാണ് സ്വാധീനം ചെലുത്തുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും തിരുവനന്തപുരം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാനായിട്ട്. ഇപ്പോൾ കോൺഗ്രസ് വലിയ കൊട്ടിഘോഷിച്ച് രംഗത്തൊക്കെ വന്നു എങ്കിൽ തന്നെയും ആദ്യ ദിവസങ്ങളിലെ ആ ഒരു ഹൈപ്പിന് ശേഷം പിന്നീട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മുന്നണിക്കകത്ത് തന്നെ, കാരണം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരു ഘടക കക്ഷി തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് എന്തെങ്കിലും അത്ഭുതം കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാൻ സാധിക്കുക ഒരു തരത്തിലുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതകളും അവിടെ കോൺഗ്രസിനില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞൊക്കെ കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്തിയേക്കാം. ശബരിനാഥ് വന്നുള്ളൊരു ഫാക്ട് മാത്രമല്ല, ഒരു ഗവൺമെന്റ് വിരുദ്ധ തരംഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആന്റി ഇൻകംബൻസി ഫാക്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് മേൽക്കയൊക്കെ നേടിയേക്കാം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഭരണത്തിലെത്താനോ മുഖ്യ പ്രതിപക്ഷമാകാനായിട്ടുള്ള ഒരു സാധ്യതയൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനകത്തില്ല. അവിടെ പ്രധാനമായും മത്സരം നടക്കുന്നത് BJPയും അതോടൊപ്പം തന്നെ LDFുമായിട്ടാണ്. ഞാൻ BJP എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു NDA സംവിധാനം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം BDJs ഒക്കെ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ഉള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് BJPയും തനിച്ച് തന്നെയാണ് മത്സരിക്കുന്നത്. BJP ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ CPMഉം CPIയും അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് M-ന്റെ ആളുകൾ അവിടെ ഉണ്ട്. മറ്റ് ചെറിയ ഘടകകക്ഷികൾക്കാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആളുകളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഇപ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM അല്ലെങ്കിൽ LDFന് നേരിടേണ്ടി വരുന്നത് ഈ അവസാന നിമിഷം BJP ഉന്നയിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ വീതം 1000 കോടി ലഭിച്ചു, അതിനുശേഷം പല പദ്ധതികളിലും അഴിമതികളുണ്ട്, ഇല്ലാത്ത പദ്ധതികൾ ഉണ്ട് എന്ന് പറയുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഈ ആക്ഷേപങ്ങളെ ഏത് രീതിയിലാണ് CPM പ്രതിരോധിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആരാണ് തിരുവനന്തപുരം ഭരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. തോന്നുന്നു BJPക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട്. പക്ഷേ അവസാന റൗണ്ടുകളിൽ CPMന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ BJPയുടെ ഈ മുന്നേറ്റത്തെ മറികടക്കാനായിട്ട് ഒരുപക്ഷെ CPMന് സാധിച്ചേക്കാം. ഏതൊക്കെയാലും ഒരു കനത്ത മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പിന്നീട് രണ്ടാമത്തെ കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് ഒരത്ഭുതവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ച
അന്ന് മുതൽ ഇന്ന് വരെ അവിടെ LDF ആണ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണയും അത് തുടരും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ മറ്റൊരു ചലനവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കില്ല. കാരണം കോൺഗ്രസ് വളരെ കൊട്ടിക്കൊഴിച്ച് മേരെയൊക്കെ പ്രഖ്യാപിച്ചാണ് രംഗത്ത് വന്നിട്ടുള്ളത് എങ്കിൽ തന്നെയും അവിടുത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമൊക്കെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് ഉള്ള ഒരു സംഘടനാ സംവിധാനമാണ്. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു DCC ഉള്ളൊരു സ്ഥലം കൂടിയാണ് കൊല്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനൊന്നും കോൺഗ്രസിനോ BJPക്കോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു പ്രതീക്ഷകളുമില്ല. പിന്നെ കുറച്ചുകൂടി ഒരു നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അത് BJP, അതായത് NDA സഖ്യമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. പിന്നെ കൊച്ചി കോർപ്പറേഷനാണ്. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ UDFനകത്തുള്ള തമ്മിലടി, ഒരു ഐക്യമില്ലായ്മ, അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ, 2-3 സ്ഥലത്ത് കൊച്ചിൻ കോർപ്പറേഷനകത്ത് കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പാളിച്ചകളുണ്ട്. നമ്മളൊക്കെ എത്രത്തോളമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ആദ്യഘട്ടങ്ങളിലൊക്കെ വോട്ട് ചേർക്കുന്ന സമയങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരിട്ടിടപെടുകയും കൃത്യമായിട്ട് വോട്ട് ചേർക്കുകയും വോട്ട് ചേർക്കൽ പ്രക്രിയയൊക്കെ വളരെ സുതാര്യമായ രീതിയിലും ശക്തമായ രീതിയിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ചില നേതാക്കന്മാർ അവരുടെ പെട്ടിപിടുത്തക്കാർക്ക് സീറ്റ് നൽകണമെന്നുള്ള കടുംപിടുത്തം പിടിച്ചതോടുകൂടി എന്താ സംഭവിച്ചതോ എന്ന് ചോദിച്ചാൽ ജനപ്രീതിയുള്ള പല നേതാക്കന്മാർക്കും സീറ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടായി. അതായത് ഇപ്പോൾ തൃക്കാക്കര UDFന്റെ നിയോജക മണ്ഡലം ചെയർമാന് പോലും കൊച്ചിൻ കോർപ്പറേഷനകത്ത് സീറ്റ് നിഷേധിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്തായിരുന്നു എന്നാണ് ഇപ്പോഴും ഇവിടെയുള്ള ഈ എറണാകുളത്തുള്ള കോൺഗ്രസ്സുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും എറണാകുളത്ത് ശക്തമായൊരു മത്സരം തന്നെയാണുള്ളത്. പക്ഷെ അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഭരണസമിതി LDFന്റെ ഭരണസമിതിക്കെതിരെ ഇതുവരെ യാതൊരുവിധ അഴിമതി ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ബ്രഹ്മപുരം വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് LDFന്റെ നിലവിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നഗരസഭാ കാര്യാലയത്തിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ്, വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെയാണല്ലോ ഒരു വോട്ടറെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അധികം ആക്ഷേപം ഉന്നയിക്കാനായിട്ടൊന്നും UDFന് സാധിക്കുന്നില്ല. അപ്പൊ ഭരണത്തോടുള്ള ഒരു എതിർപ്പ് വോട്ടായിട്ട് മാറുന്ന ഒരു രീതിയൊന്നും ഇവിടെ കൊച്ചിയിൽ ഉണ്ടാവത്തില്ല. പക്ഷേ സംസ്ഥാന ഭരണത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതും പ്രാദേശികമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതിനാൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലൊന്നും ഒരിക്കലും ആകത്തില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ടൈറ്റ് മത്സരമാണ് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൈപ്പത്തി കണ്ട കൈപ്പത്തിയിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി എന്നുള്ള വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ആ ഒരു തീരുമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചാൽ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഭരണസമിതിയെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു രീതി അവലംബിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന് കൊച്ചി ഒരു ബാലികേറാമലയായിട്ട് കരുതുന്ന അവസ്ഥയുണ്ടാവും. മറിച്ച് മത്സരം കനത്ത മത്സരമാണ്. ഇവിടെ BJPയും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ആയിരിക്കില്ല. BJP അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 10ന് മുകളിൽ സീറ്റിലേക്ക് ഒരു പക്ഷേ BJP എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. പല സ്ഥലങ്ങളിലും UDFന്റെ തന്നെ 2 കൗൺസിലർമാർ രാജിവെച്ചിട്ട് BJPയുടെ ഭാഗമായിട്ടൊന്ന് മത്സരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കെ, അതായത് ഈ BJP പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും LDFൽ നിന്നുള്ള വോട്ടുകളല്ല. ആ വോട്ടുകളെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തുള്ള വോട്ടുകളാണ്. ഈ കോൺഗ്രസ്സുകാരാണ് കൂടുതലായിട്ടും കോൺഗ്രസിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഈ BJPയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൊച്ചി ഒരു ഈസി വാക്ക് ഓവർ ഒന്നും ആയിരിക്കില്ല UDFനെ സംബന്ധിച്ചിട്ട്. അത് ഒരുപക്ഷെ CPMന് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് UDFന് ലഭിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക്. എങ്കിലും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ വികാരം എന്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു ടൈറ്റ് മത്സരം തന്നെയാണ്. ഈ പ്രഥമ ദൃഷ്ടിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും, കൊച്ചി കോർപ്പറേഷനകത്ത് ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മളുടെ തൃശ്ശൂർ കോർപ്പറേഷനാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ നമുക്ക് യാതൊരു സംശയത്തിനും ഇടം നൽകാതെ പറയാൻ വേണ്ടി സാധിക്കും, അവിടെ LDF തന്നെ ഭരണം നിലനിർത്തും. LDF കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഒരു BJP മേയറെ വെച്ച് ഭരിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരത്തില്ല. LDFന് തന്നെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് തൃശ്ശൂർ നഗരസഭ എത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം അതിന് പല കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ BJPയിലേക്ക് എത്തിയിരിക്കുന്ന ആ ആളുകളുടെ മാത്രം വോട്ട് കൊണ്ട് ഒരു കാരണവശാലും BJPക്ക് അവിടെ ഒരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തൃശ്ശൂരിലെ കൊല്ലൂർ സെൻട്രലിലെ സീറ്റ് കച്ചവടം നടത്തിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരുപാട് വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സീറ്റ് കച്ചവടം, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ പല ആളുകൾക്കും, അർഹതപ്പെട്ട ആളുകൾക്ക് സീറ്റ് നൽകാതെ ആ സീറ്റ് പണത്തിന് വിൽക്കുന്ന
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തെയൊക്കെ മറികടന്നുകൊണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടൊന്നും തൃശ്ശൂർ സാധിക്കത്തില്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു കുത്തക സ്ഥലമായിരുന്നു. ലീഡർ ശ്രീ കെ കരുണാകരന്റെ ഒക്കെ ഒരു സ്ഥലമായിരുന്നു ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ തൃശ്ശൂര് തന്നെ കോൺഗ്രസിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് BJP തൃശ്ശൂർ പിടിക്കുമെന്നൊക്കെ പറയുന്നത്, പക്ഷേ അതിനുള്ള ഒരു സാധ്യതകളുമില്ല. അതിനുള്ള വോട്ട് ബാങ്ക് അവർക്ക് അവിടെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ലോക്സഭയിലേക്ക് കിട്ടിയ വോട്ടുകളൊക്കെ ഇപ്രാവശ്യം നഗരസഭയിലേക്ക് കിട്ടുമെന്നൊന്നും BJP പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. LDF വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ തൃശ്ശൂർ നഗരസഭയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ കോഴിക്കോട് നഗരസഭയാണ്. കോഴിക്കോട് നഗരസഭയത്തിന് നമുക്കറിയാം, ആദ്യം തന്നെ കോൺഗ്രസിന് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ താളം തെറ്റിയൊരു സ്ഥലമാണ്. മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്ത ഒരേ ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിവാദങ്ങളിലൂടെയാണ് കോഴിക്കോട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തുടക്കം എന്ന് പറയുന്നത് തന്നെ. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് രാജിവെച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോൺഗ്രസ് നേരിട്ട ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ കോൺഗ്രസ് തന്നെ കാട്ടിക്കൂട്ടിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് നഗരസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോഴിക്കോട് നഗരസഭയൊന്നും ഒരു കാരണവശാലും UDF പിടിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അവിടെ BJP ഒക്കെ സംബന്ധിച്ച് BJPക്ക് വലിയ റോളൊന്നും ഇല്ല. അവിടെ സ്വാഭാവികമായിട്ടൊരു മത്സരം കാഴ്ചവെക്കും എന്നുള്ളതിന് അപ്പുറത്തേക്ക് യാതൊരുവിധ പ്രതീക്ഷയും BJPക്ക് ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് കോഴിക്കോട്. പക്ഷേ അവിടെ കോൺഗ്രസ് തന്നെ ആയിരിക്കും പ്രതിപക്ഷത്തെത്തുക. പക്ഷേ അന്തിമ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേൽക്കൈ, അതായത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കോഴിക്കോട് നഗരസഭയിൽ ഇപ്രാവശ്യം LDF തന്നെ ഭരണം നിലനിർത്തും എന്ന കാര്യത്തിലൊന്നും പ്രത്യേകിച്ചൊരു രണ്ട് അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കണ്ണൂരാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണൂർ എന്തുകൊണ്ടാണ് ഈ പലപ്പോഴും കോൺഗ്രസ് നഗരസഭ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് നഗരസഭയ്ക്കകത്ത് കോൺഗ്രസിന് ഒരു മേൽക്കൈയുണ്ട്, അതൊരു സത്യമാണ്. പക്ഷെ അത് കൂടാതെ തന്നെ ഈ CPM-നോടുള്ള ഒരു എതിർപ്പ് മൂലം അവിടെയുള്ള BJP പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ എപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്നത്. അത് രൂപീകരിച്ചിട്ട് 2 പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം LDF ഭരിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു രാകേഷ് എന്ന് പറയുന്ന ഒരു വിമതൻ, ഒരു കോൺഗ്രസ് വിമതൻ, സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിമതനായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരു കക്ഷി, അദ്ദേഹത്തിന് തന്നെ പിന്തുണ നൽകിക്കൊണ്ട് LDF ആണ് ആദ്യം കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം പിന്നീട് ഈ രാകേഷ് മറുകണ്ഠം ചാടുകയും കോൺഗ്രസ് പിന്നീട് അധികാരത്തിൽ വരികയും പിന്നെ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് തന്നെ അധികാരം പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BJP വോട്ടുകൾ, കാരണം BJPയും CPM-ഉമായിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള അറ്റാക്കുകൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് BJPക്ക് ശത്രുതയുള്ളത് CPM-നോടാണ്. അപ്പോൾ പലപ്പോഴും CPM അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ BJP-കാർ ചെയ്യുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യും. പക്ഷെ ഇത്തവണ അതിന് മാറ്റമുണ്ട്. ഇത്തവണ BJP-കാർക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകും. BJP-CPM സംഘർഷങ്ങളിലൊക്കെ ഒരുപാട് അയവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ കണ്ണൂർ നഗരസഭ ഒരു പക്ഷേ കോൺഗ്രസ് നിലനിർത്തിയേക്കാം. അപ്പോഴും കോൺഗ്രസിനകത്തവിടെ പ്രശ്നങ്ങളുണ്ട്, ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്, വിമത പ്രശ്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസ് നിലനിർത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് അവസാന ഒരു റൗണ്ടിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത് 0 മുതൽ 1 സീറ്റ് വരെ, ഒരു കോർപ്പറേഷൻ വരെ BJPക്ക് സാധ്യതയുണ്ട്. ആ ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറയാൻ വേണ്ടി തിരുവനന്തപുരമാണ്. പിന്നെ മറിച്ച് UDF-ന് 0 മുതൽ 2 കോർപ്പറേഷൻ വരെ സാധ്യതകളുണ്ട്. ആ 2 കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് കൊച്ചിൻ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനുമാണ്. LDF-നെ സംബന്ധിച്ചിട്ട് LDF-ന് 5 കോർപ്പറേഷനുകൾക്ക് വരെ സാധ്യതയുണ്ട്. 5 കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഈ 5 സ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും സാധ്യതകളുണ്ട്. തിരുവനന്തപുരത്തും സാധ്യതകളില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരുപക്ഷെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും 3 മുതൽ 6 വരെ സീറ്റ്, 3 കോർപ്പറേഷനുകൾ ഉറപ്പായിട്ട് LDF-ന് കിട്ടും. 3 മുതൽ 6 കോർപ്പറേഷനുകൾ വരെ കിട്ടാൻ സാധ്യതയുള്ളത് LDF-ന് തന്നെയാണ്. ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ ഈ ജനാഭിപ്രായം പുറത്തു വന്നതിന് ശേഷം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം.